ഹായ് ഫ്രണ്ട്സ്, ബീന സീക്രട്ട് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓണം സദ്യ സീരീസിലെ മൂന്നാമത്തെ വിഭവമാണ്. അതായത് നമ്മുടെ സ്വന്തം പരിപ്പ് കറി. പരിപ്പും പപ്പടവും നെയ്യും ഒക്കെ കൂട്ടിപ്പൊഴിച്ച് ഒരു ഉരുള ചോറുമ്പോൾ എന്താ സ്വാദ്. നമ്മൾ നാട് വിട്ട് പുറത്തൊക്കെ നിൽക്കുമ്പോഴാണ് ഇതൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നത്. ഈ പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ ദേശ വ്യത്യാസമനുസരിച്ച് പലപ്പോഴും അതിലെ ചേരുവകളൊക്കെ വ്യത്യസ്തപ്പെടാറുണ്ട്. നമ്മൾ ഇവിടെ തിരുവിതാംകൂർ സ്റ്റൈലിലെ സദ്യയാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നമ്മുടെ ബീന സീക്രട്ട് ഫ്ലേവേഴ്സ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തിയാൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കും. അതോടൊപ്പം തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പരിപ്പ് കറി എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ പരിപ്പ് കറി വെക്കാൻ ആദ്യം വേണ്ടത് ചെറുപയറാണ്. ഞാനിവിടെ അരക്കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. 7-8 പേർക്കുള്ള അളവിലാണ് പരിപ്പുണ്ടാക്കുന്നത്. ഒരു കടായി അടുപ്പിൽ വെച്ച് ചെറുപയർ ചെറുതായി മൂപ്പിച്ചെടുക്കണം. നിറം മാറി ബ്രൗൺ ഒന്നും ആകണ്ട, ചെറുതായി മൂത്താൽ മതി. ഇതിന് പകരം തോടില്ലാത്ത ചെറുപയർ പരിപ്പോ തോടുള്ള ചെറുപയർ പരിപ്പോ ഇതുപോലെ വറുത്ത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഓഥൻറ്റിക്കായി ചെയ്യുമ്പോൾ പയറിനെ വറുത്ത് ഉടച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പയർ ഏകദേശം മൂത്ത് കഴിഞ്ഞു. ഈ പയറിനെ നമുക്ക് തണുക്കുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ പൾസ് മോഡലിൽ 2-3 പ്രാവശ്യം ഇട്ട് ഉടച്ചെടുത്താൽ മതി, പൊടിഞ്ഞു പോകരുത്. പിന്നീട് അതിനെ ഒരു മുറത്തിലിട്ട് പാറ്റി തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇതിനെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി 2 പച്ചമുളക് നെടുകെ കീറിയതിട്ട് കൊടുക്കാം. 7-8 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ എന്നിങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് 4 വിസിൽ വരുന്നത് വരെ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഇനി അരപ്പ് റെഡിയാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 4 ചെറിയ ഉള്ളി, 3-4 വെളുത്തുള്ളി അല്ലി, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം എന്നിവ കുറച്ച് വെള്ളമൊഴിച്ച് തരിതരിപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കാം. വെളുത്തുള്ളി എല്ലാവരും ചേർക്കാറില്ല, നമ്മൾ ചേർക്കും തിരുവിതാംകൂർ സ്റ്റൈലിൽ. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ വെച്ച പയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു തവി കൊണ്ട് നമുക്കിതിനെ നന്നായി ഉടച്ചെടുക്കാം. വേണമെങ്കിൽ അല്പം വെള്ളം ചേർക്കാവുന്നതാണ്, കട്ടി കൂടുതലാണെങ്കിൽ. അടിയിൽ പിടിക്കാതെ നോക്കണം. നമ്മുടെ ഈ ചെറിയ ഉള്ളിയും പയറും ഒക്കെ നന്നായി ഉടഞ്ഞു വരണം. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് നമുക്ക് താളിപ്പിനൊരുങ്ങണം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. പിന്നീട് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. അതോടൊപ്പം വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ചെറിയ തീയിൽ നമുക്കിതിനെ മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ ഏകദേശം ഒരു ചുവന്ന നിറമാവുന്നത് വരെ ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. ഈ മൂത്ത് വരുന്ന താളിപ്പിനെ നമുക്ക് വേണമെങ്കിൽ കോരി മാറ്റി വെച്ചിട്ട് അവസാനം ചേർക്കാം. പക്ഷേ ഞാനിവിടെ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ മിക്സിയിലെ അരപ്പ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മിക്സി കഴുകി ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിനെ ചെറിയ തീയിൽ തന്നെ ഇളക്കി നന്നായി യോജിപ്പിച്ച് അരപ്പ് വേകുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ചിരുന്നാൽ മതി. ഈ അരപ്പ് വെട്ടിത്തിളച്ച് പോകാതെ ചെറിയ തീയിൽ തന്നെ വെച്ച് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പാണ്. അപ്പം ഞാനിവിടെ കുക്കറിൽ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന പരിപ്പിനെ ഈ അരപ്പിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതും വലിയ തീയിൽ വെട്ടിത്തിളയ്ക്കാതെ ചെറുതീയിൽ വെച്ച് തന്നെ ചെറുതായി ഇളക്കി ഈ അരപ്പും നമ്മൾ ചേർത്ത പയറും എല്ലാം കൂടി നന്നായി മിക്സായി ചെറുതായി ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഈ പരിപ്പ് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി കട്ടിയാവും. അതനുസരിച്ച് വേണം നമ്മുടെ വെള്ളത്തിൻ്റെ അളവ്, കൺസിസ്റ്റൻസി നോക്കി ഇത് ഓഫ് ചെയ്യാൻ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.
അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് അല്പം കുറവുണ്ടായിരുന്നു. ഞാനൊരു 3/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ നെയ്യ് ചേർക്കുന്നതൊക്കെ ഓപ്ഷണലാണ്. പരിപ്പിൻ്റെ കൂടെ നെയ്യ് നല്ല കോമ്പിനേഷനും ടേസ്റ്റിയും ആയതുകൊണ്ട് ചേർക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെറുതീയിൽ ഒരു 2 മിനിറ്റോളം ഇളക്കി കൊടുക്കുമ്പോഴേക്കും നമ്മുടെ സദ്യ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ താളിപ്പ് മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാണാനൊരു ഭംഗി അപ്പോഴാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ പരിപ്പ് കറി തണുക്കുമ്പോൾ ഇരുന്ന് കുറുകിപ്പോയാൽ അതിനും ചില പൊടിക്കൈകളൊക്കെ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് കുറച്ച് വെള്ളം മാത്രം തിളപ്പിച്ച് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്താൽ പരിപ്പിൻ്റെ സ്വാദ് ഒന്നുകൂടെ വർദ്ധിക്കും. അപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരെണ്ണമാണ്. മുതിർന്നവർക്കും അങ്ങനെ തന്നെ. അപ്പോൾ അടുത്ത വിഭവമായി വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അപ്പോൾ ലൈക്കും കമൻറ്റും ചെയ്തേക്കണേ.